ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 9ാം ക്ലാസ്സിലെ മാത്തമാറ്റിക്സിലെ ചാപ്റ്റർ 4 മൾട്ടിപ്ലിക്കേഷൻ ഐഡന്റിറ്റീസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമ്മൾ ഫസ്റ്റ് ഡിസ്കസ് ചെയ്തത് പ്രൊഡക്റ്റ് ഓഫ് സം ആയിരുന്നു ഡിസ്കസ് ചെയ്തത്. പിന്നെ നമ്മൾ ഡിസ്കസ് ചെയ്തത് സ്പെഷ്യൽ ഓപ്പറേറ്റേഴ്സ് ആയിരുന്നു. പിന്നെ നമ്പർ ഓഫ് ക്യൂരിയോസിറ്റീസ് അഥവാ നമ്മളെ കലണ്ടർ പ്രോബ്ലമായി ബന്ധപ്പെട്ടായിരുന്നു നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മൾട്ടിപ്ലിക്കേഷൻ വിത്ത് എ ഡിഫറൻസ്, മൾട്ടിപ്ലിക്കേഷനും ഡിഫറൻസും ചേർന്നിട്ടുള്ള ഇതാണ്. അപ്പൊ നമ്മൾ കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കുകയാണ്. അപ്പൊ 18 into 5, അപ്പൊ നമ്മൾ നേരത്തെ ചെയ്തൊക്കെ എന്തെയ്യണു, ഈ 18 മൾട്ടിപ്ലൈ ചെയ്യാൻ ബുദ്ധിമുട്ടായത് കൊണ്ട് ലാസ്റ്റ് നമ്പർ 0 ആണെങ്കിൽ നമുക്ക് ബുദ്ധിമുട്ടില്ല എന്ത് ചെയ്യാൻ, മൾട്ടിപ്ലൈ ചെയ്യാൻ. അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്തു, ഈ 18 ഞാൻ എന്ത് ചെയ്തു, 20 minus 2 ആക്കി എടുക്കാം അല്ലെ. 18 20 minus 2. അപ്പൊ എന്ത് ചെയ്തു, 18 into 5 എന്ന് പറഞ്ഞാൽ എത്രയാണ് അല്ലെ, 20 minus 2 into 5 equal to 20 into 5 20 into 5 2 into 5 2 into 5. ഇവിടെ മൈനസ് ഇൻറ്റു പ്ലസ് മൈനസ്, മൈനസ് ഇൻറ്റു 2 എന്ന് പറഞ്ഞാൽ മൈനസ്. അപ്പൊ 20 into 5 എന്ന് പറഞ്ഞാൽ എത്രയാണ്, 100. 2 into 5 എന്ന് പറഞ്ഞാൽ 10. അപ്പൊ 100 10 സെപ്പറേറ്റ് എത്ര കിട്ടി, 90 ആണ് അവിടെ വന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ 35. 35 നമുക്ക് എങ്ങനെ മാറ്റാൻ പറ്റും, 35നെ 38നെ അല്ലെ 40 minus 2 ആക്കി മാറ്റാം. അപ്പൊ 38 into 5 equal to 40 minus 2 into 5 ആക്കിട്ടു. ഇനി അപ്പൊ 40 into 5 അല്ലെ, 40 into 5. ഇനി 2 into 5, മൈനസ് ഇൻറ്റു പ്ലസ് മൈനസ്. അപ്പൊ എന്ത് ചെയ്തു, 40 into 5 എന്ന് പറഞ്ഞാൽ എത്ര കിട്ടി അല്ലെ, 200 മൈനസ് 10 എത്രയായി, 190 ആണ് ആര് വന്നത്, ഇതിന്റെ ആൻസർ ആയിട്ട് നമുക്ക് വന്നത്. അപ്പൊ 35 into എന്ത് കിട്ടി നമുക്ക് അല്ലെ, 5 മൾട്ടിപ്ലൈ ചെയ്താൽ ആൻസർ 90 ആണെന്ന് ഓർത്ത് വെക്കുക. ഇനി അടുത്ത ക്വസ്റ്റ്യൻ 45 into 8. 45നെ എങ്ങനെ മാറ്റി എഴുതാൻ പറ്റും, 50 minus 5 ആക്കാം. ഇനി വേണമെങ്കിൽ 8 ഡയറക്റ്റ് ആയിട്ട് ചെയ്താൽ മതി. ഞാൻ ഇവിടെ ഒരു മാറ്റം വരുത്താം, 10 minus 2 ആക്കിയും എഴുതി കൂടെ 8നെ. അപ്പൊ എന്ത് ചെയ്തു, 45 into 8 എന്ന് പറഞ്ഞാൽ 50 minus 5 into 10 minus 2. ഇനി 50 into 10, 50 into 10. ഇനി 50 into 2, 50 into 2. ഇവിടെ നോക്കുക പ്ലസ് ആണ്, ഇവിടെ മൈനസ് ആണ്, പ്ലസ് ഇൻറ്റു മൈനസ് മൈനസ്. ഇനി 5 into 10, അപ്പൊ 5 into 10 മൈനസ് ഇൻറ്റു പ്ലസ് മൈനസ്. 5 into 2, 5 into 2 മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ്. അപ്പൊ ഇത് മൾട്ടിപ്ലൈ ചെയ്യാം. 50 into 10 എന്ന് പറഞ്ഞാൽ എത്രയാണ്, 500. 50 into 2 എന്ന് പറഞ്ഞാൽ 100. 5 into 10 ആണ് 50. 5 into 2 10. പ്ലസ് ഉള്ളത് മാത്രം ആഡ് ചെയ്യാം. അപ്പൊ ഇവിടെ ആരൊക്കെ പ്ലസ്, 500 പ്ലസ് 10 എന്ന് പറഞ്ഞാൽ 510. 100 പ്ലസ് 50 എന്ന് പറഞ്ഞാൽ 50 ആയി മാറി. ഇനി എന്ത് ചെയ്യാം, സബ്ട്രാക്ട് ചെയ്യാം. എങ്ങനെ, 1 0 minus 1 5 0 അല്ലെ, ഇവിടെ 10 11 ആയി. അപ്പൊ എത്രയായി, 6 ആയി അല്ലെ. എത്ര, ഇവിടെ 4 ആണ്, 4 1 സബ്ട്രാക്ട് 3 ഈക്വൽ ടു എത്ര കിട്ടി, 360 ആണ് ഇതിന്റെ ആൻസർ ആയി വന്നത്. അപ്പൊ 45 into 8 എന്ന് പറഞ്ഞാൽ എത്രയാണ്, 360. ഇനി അടുത്ത് നമ്മൾ പറയാൻ പോകുന്നത് ജനറലി കേസ് പറയാൻ പോവാം. ഇപ്പൊ നേരത്തെ ചെയ്തതിന്റെ അപ്പൊ എക്സും വൈയും കൊടുത്തു. ഫോർ എനി പോസിറ്റീവ് നമ്പർ x, y, u, v with x greater than y and u greater than v, x minus y into u minus v equal to xu minus xv minus yu plus yv ആണ് നമ്മുടെ റിസൾട്ട്. ഇനി നമ്മൾ അടുത്ത ക്വസ്റ്റ്യൻ, ഫോർത്ത് ക്വസ്റ്റ്യൻ. എന്താണ് ഫോർത്ത് ക്വസ്റ്റ്യൻ, 26 into 17. 26നെ എങ്ങനെ മാറ്റി എഴുതാൻ നോക്കണം. എങ്ങനെ, 30 minus 4
17 എങ്ങനെ മാറ്റി എഴുതാം? 20 മൈനസ് 3. അപ്പൊ 26 into 17 എന്ന് പറഞ്ഞാൽ 30 minus 4 into 20 minus 3. 30 into 20. 30 into 20. അടുത്ത് 30 into 3. 30 into 3. ഇവിടെ പ്ലസ് ആണ്, ഇവിടെ മൈനസ് ആണ്. അപ്പൊ പ്ലസ് into മൈനസ് മൈനസ്. ഇനി 4 into 20. 4 into 20. മൈനസ് into പ്ലസ് മൈനസ്. 4 into 3. 4 into 3. മൈനസ് into മൈനസ് പ്ലസ്. Equal to 13 into 20. 600. 13 into 3. 90. 4 into 20. 80. 4 into 2. 12. അല്ലെ 4 into 3. 12. പ്ലസിൽ ഇത് മാത്രം ആഡ് ചെയ്യാം. അപ്പൊ ആരൊക്കെയാണ്? 600 കൂടി 12 ആഡ് ചെയ്താൽ 612. 90 കൂടി 80 ആഡ് ചെയ്താൽ 170. ഈക്വൽ ടു 12 മൈനസ് 170 എന്ന് പറഞ്ഞാൽ അല്ലെ ഇവിടെ 2 ആണ്, ഇവിടെ 11 ആകുമ്പോ 4, ഇവിടെ 5 ആയി 4. 442 ആണ് ആര് വരുന്നത്? ഇതിന്റെ ആൻസർ ആയിട്ട് വരുന്നത്. ഇനി ഫിഫ്ത് ക്വസ്റ്റ്യൻ എന്താണ്? ഫിഫ്ത് ക്വസ്റ്റ്യൻ 38 into 49. 38 into 49. അപ്പൊ 38 എങ്ങനെ മാറ്റാൻ പറ്റും? 40 minus 2. 49 എങ്ങനെ മാറ്റാൻ പറ്റും? 50 minus 1 ആയിട്ട്. അപ്പൊ 38 into 49 equal to 40 minus 2 into 50 minus 1 equal to 40 into 50. 40 into 50. 40 into minus 1. 40 into 1. Plus into minus minus. 2 into 50. Minus into plus ആണ്. അപ്പൊ minus. ഇനി 2 into 1. 2 into 1. Minus into minus plus. അപ്പൊ 40 into 50 minus 40 into 1. 2 into 50 ആയി മാറി. അപ്പൊ അത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്താവും? 2000 minus 40 minus 100 plus 2. പ്ലസിൽ അതൊക്കെ ആഡ് ചെയ്തു. 202 ആയി. ഇവിടെ 140 ആയി. ഈക്വൽ ടു സബ്ട്രാക്ട് ചെയ്യാം. 2002 minus 140. ഇത് 2, ഇത് 10, ഇത് 9, ഇത് 1. അപ്പൊ എത്രയായി? അല്ലെ ഇവിടെ 6 ആയി മാറി, ഇവിടെ 8 ആയി മാറി, ഇവിടെ 1 ആയി മാറി. 1862 ആണ് ഇതിന്റെ ആൻസർ. ഇനി സിക്സ്ത് ക്വസ്റ്റ്യൻ എന്താണ്? സിക്സ്ത് ക്വസ്റ്റ്യൻ 47 into 99. അപ്പൊ 47 എങ്ങനെ മാറ്റാൻ പറ്റും നോക്കാം. 47 എങ്ങനെ മാറ്റാം? 50 minus 3. 99 അല്ലെ 100 minus 1. അപ്പൊ 47 into 99 എന്ന് പറഞ്ഞാൽ 50 minus 3 into 100 minus 1. ഇനി മൾട്ടിപ്ലൈ ചെയ്യാം. 50 into 100. 50 into 100. 50 into 1. 50 into 1. Plus into minus minus. 3 into 100. Minus into plus minus. ഇനി 3 into 1. 3 into 1. Minus minus plus. അപ്പൊ എത്രയായി? 500 അല്ലെ? അല്ലെ 4 3 0 ഉണ്ട്. മൈനസ് 50 മൈനസ് 300 പ്ലസ് 3 തമ്മിൽ ആഡ് ചെയ്യുക. 5003 ഇവിടെ എത്രയായി? 350 ആയി. സബ്ട്രാക്ട് ചെയ്യാം. 5003 മൈനസ് 350 ഇത് 3 ആയി, ഇത് 10 ആയി, ഇത് 9 ആയി, ഇത് 4 ആയി. അപ്പൊ എത്രയായി? 5 6 4. അപ്പൊ 4653 ആണ് ഇതിന്റെ ആൻസർ ആയിട്ട് വന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ സെവൻത്. എന്താണ് സെവൻത് ക്വസ്റ്റ്യൻ? 29 into 46. ഈ 29 എങ്ങനെ മാറ്റി എഴുതാൻ പറ്റും നോക്കാം. 30 minus 1. 46 എങ്ങനെ മാറ്റി എഴുതാം? 50 minus 4. അപ്പൊ എന്ത് ചെയ്ത്? 29 into 46 equal to
30 minus 1 into 50 minus 4 equal to 30 into 50. 30 into 4. 30 into 4. അടുത്ത് 1 into 50. ഇവിടെ നോക്കുക പ്ലസ് into മൈനസ്. മൈനസ് മറന്നുപോയി, മൈനസ് എടുക്കുക. 1 into 50. മൈനസ് into പ്ലസ് മൈനസ്. 1 into 4. മൈനസ് മൈനസ് എന്തായി? പ്ലസ് ആണ്. 30 into 50 എത്രയാണ്? 1500. 30 into 4 120. 1 into 50 50. 1 into 4 4. 1504 170. Subtract here. 1504 minus 170. ഇത് 4. ഇത് 3. ഇത് 4. That is 3 1. 1334 ആണ് നമ്മളെ ആൻസർ ആയി വന്നിട്ടുള്ളത്. 1334. ഇനി അടുത്തത് 8th question. എന്താണ് 8th question? 9 1/2 into 19 1/2 ആണ്. 9 1/2 നമ്മൾ നേരത്തെ എഴുതിയിരുന്നു ഇങ്ങനെ മിക്സഡ് ഫ്രാക്ഷൻ എന്ന് മാറ്റുമ്പോൾ പ്ലസ് ഇട്ട് ചെയ്തിരുന്നു. പക്ഷെ നമുക്ക് ഇവിടെ മൈനസ് ആണ് ആവശ്യമുള്ളത്. അപ്പോ 9 1/2 എന്ന് പറയുമ്പോൾ നമുക്ക് 10 നിന്ന് 1/2 സബ്ട്രാക്ട് ചെയ്താൽ 9 1/2 അല്ലേ? അപ്പൊ 10 minus 1/2 ആക്കിട്ടു. അടുത്ത് 19 1/2 എന്ന് പറഞ്ഞാൽ ആരാണ്? 20 minus 1/2 ആക്കിയതാണ്. ഇനി നേരത്തെ പോലെ ചെയ്യാം. 9 1/2 into 19 1/2 എന്ന് പറഞ്ഞാൽ 10 minus 1/2 into 20 minus 1/2. 10 into 20. 10 into 20. 10 into 1/2. 10 into 1/2. Plus into minus. Minus. 1/2 into 20. 1/2 into 20. 1/2 into 20 plus into minus. Minus. 1/2 into 1/2. 1/2 into 1/2. Minus minus plus. എത്രയായി? 2 0 0. 10/2 എന്ന് പറഞ്ഞാൽ 5. 20/2 എന്ന് പറയുമ്പോൾ 10. 1/2 into 1/2 എന്ന് പറയുമ്പോൾ 1/4. അപ്പൊ 200 minus 50 plus 1/4. 200 നിന്ന് 15 subtract 185 plus 1/4. ആ പ്ലസിനെ മാറ്റി കഴിഞ്ഞാൽ നമുക്ക് എവിടേക്കെത്തി? മിക്സഡ് ഫ്രാക്ഷനിലേക്ക് മാറി. അപ്പൊ 185 1/4 ആണ് അതിന്റെ ആൻസർ. ഇനി 9th question. എന്താണ് 9th question? 29 into 49 അല്ലെ? 29 into 49. അപ്പൊ 29 എങ്ങനെ മാറ്റി എഴുതാം? 30 minus 1. 49 എങ്ങനെ മാറ്റി എഴുതാം? 50 minus 1. അപ്പൊ 29 into 49 എന്ന് പറഞ്ഞാൽ എങ്ങനെ എഴുതി? 30 minus 1 into 50 minus 1. ഇനി ഇപ്പൊ 30 into 50 ആദ്യം മൾട്ടിപ്ലൈ ചെയ്ത് 30 into 50. 30 into 50. ഇനി 30 into 1. 30 into 1. Plus into minus. Minus. 1 into 50. 1 into 50. Minus into plus. Minus. ഇനി 1 into 1. 1 into 1. Minus minus plus. അപ്പൊ എത്ര കിട്ടി? മൾട്ടിപ്ലൈ ചെയ്യുമ്പോ 1500 minus 30 minus 50 plus 1. 1501 80. Subtract ചെയ്യാം. 1501 minus 80. Subtract ചെയ്യുമ്പോ 1 2 4 1. ഇത് 10 ആയി മാറി, ഇത് 4 ആയി മാറി. അപ്പൊ ആൻസർ എത്തി 1421 ആണ് ഇതിന്റെ ഫൈനൽ ആൻസർ ആയി. 1421 ആണ്. ക്ലിയർ ആയല്ലോ? നമ്മൾ ഇവിടെ ഇപ്പൊ ചെയ്തത് എങ്ങനെയാണ്? 29 41 എങ്ങനെ 30 minus 1 ആക്കിയത്. ഇതിനെങ്ങനെ മാറ്റി എഴുതിയപ്പോ ഇതിന്റെ സം ആക്കിയതിൽ 30 plus 50 കൂടി ഇത് കൂടി സബ്ട്രാക്ട് ചെയ്ത് 1 ആഡ് ചെയ്യുന്ന രീതിയാണ് ചെയ്തത്. അതാണ് നമ്മൾ ജനറലി പറയാൻ പോകുന്നത്. Generally, the product of the numbers just before two consecutive natural numbers ഞാൻ എന്ത് ചെയ്തു?
എക്സ് മൈനസ് 1 into y മൈനസ് 1 ഒന്ന് ചെയ്യാൻ പോകുന്ന വിചാരിക്കാം. എക്സ് ഇൻറ്റു വൈ എക്സ് വൈ എക്സ് ഇൻറ്റു 1 അല്ലെ, അപ്പൊ എന്താവും എക്സ് ഇൻറ്റു 1 പ്ലസ് മൈനസും മൈനസ് ആയി. 1 into y 1 into y മൈനസ് ഇൻറ്റു പ്ലസ് മൈനസ് 1 into 1 മൈനസ് മൈനസും പ്ലസ്. അപ്പൊ എന്ത് കിട്ടി ഇവിടെ? എക്സ് വൈ മൈനസ് എക്സ് മൈനസ് വൈ പ്ലസ് 1 കോമൺ ആയിട്ട് ആരുണ്ട്? എക്സ് അല്ലെ, മൈനസിനെ പുറത്തേക്ക് എടുത്തു, എക്സ് പ്ലസ് വൈ പ്ലസ് 1. അപ്പൊ രണ്ട് സംഖ്യയുടെ മൾട്ടിപ്ലിക്കേഷനൂടെ ആര് സബ്ട്രാക്ട് ചെയ്യുക? സം സബ്ട്രാക്ട് ചെയ്തിട്ട് 1 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഇത് കിട്ടും എന്നാണ് പറയുന്നത്. The means to know that the product of two natural numbers, then to calculate the product of the number just before it, we need only subtracted from sum of the known product and odd one എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ക്ലിയർ ആയല്ലോ? ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരുന്നാൽ മാത്രം മതി. നമുക്ക് 10ാമത്തെ ക്വസ്റ്റ്യൻ, 10th ക്വസ്റ്റ്യൻ. എന്താണ് 10th ക്വസ്റ്റ്യൻ? The product of the numbers just after two numbers is 5 to 5. And the product of the numbers just before is 4 to 7. What is the product of the numbers? What is their sum? Third one, what is the difference? What are the numbers? കുറച്ച് ഇമ്പോർട്ടൻസ് ഉള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ നമ്മൾ കാണാൻ പറഞ്ഞിട്ടുള്ള എന്താണ്? പ്രൊഡക്റ്റ് കാണാൻ പറഞ്ഞു. പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ എക്സ് വൈ ആണ്, സം എന്ന് പറഞ്ഞാൽ എക്സ് പ്ലസ് വൈ ആണ്, ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ എക്സ് മൈനസ് വൈ ആണ്. എക്സും വൈന്റെയും വാല്യൂ കണ്ടെത്താൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട്. ഇവിടെ 427 അല്ല, 427 അല്ല അവിടെ വേണ്ടത്, 437 ആണ്. അവിടെ 3 ആണ് വേണ്ടത്. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ബാക്കി സോൾവ് ചെയ്തതൊക്കെ എങ്ങനെയാണ്? 437 ഉപയോഗിച്ചിട്ടാണ്. പക്ഷെ ക്വസ്റ്റ്യനിൽ മാത്രം എന്ത് തന്നിട്ടുള്ളൂ? 4 to 7 മാത്രമേ തന്നിട്ടുള്ളൂ. അപ്പൊ അവിടെ ഒരു ടൈപ്പിംഗ് മിസ്റ്റേക്ക് അവർ സംഭവിച്ചിട്ടുണ്ട്. അപ്പോ അവിടെ എന്താക്കി മാറ്റി ചെയ്ത ക്വസ്റ്റിനെ? 437. ബാക്കി സോൾവ് ചെയ്തൊക്കെ നമുക്ക് പോലെ ചെയ്തത് 437 ആണ്. ഇത് നമ്മുടെ ടെക്സ്റ്റ് ബുക്കത്തെ ഒരു ക്വസ്റ്റ്യൻ കൂടിയാണ്. ഏത് ടെസ്റ്റിനകത്ത് സോൾവ് ചെയ്ത ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ അവിടെ നമ്മുടെ ടെക്സ്റ്റ് ബുക്ക് ക്വസ്റ്റ്യൻ 4 to 7 ആയിരുന്നു. പക്ഷെ നമ്മൾ അവിടെ സോൾവ് ചെയ്ത് പോയത് അതിൽ 437 ആണ്. അപ്പൊ ഒന്ന് മാർക്ക് ചെയ്ത് വെക്കുക. 4 to 7 മാറ്റിയിട്ട് എന്താക്കുക? 437 ആക്കുക. അപ്പൊ ആദ്യം ഞാൻ ചെയ്യാൻ പോകുന്നത് നമ്പേഴ്സുകൾ പറഞ്ഞിട്ടുണ്ട്. ഞാൻ നമ്പേഴ്സിന് എന്താക്കി എടുത്തു? എക്സും വൈയും എടുത്തു. ഞാൻ ഇതിൽ ഫസ്റ്റ് വരിക പ്രൊഡക്റ്റ് ഓഫ് നമ്പർ ജസ്റ്റ് ആഫ്റ്റർ എന്ന് പറഞ്ഞ മുമ്പത്തെ നമ്പേഴ്സ് അല്ലെ. ആഫ്റ്റർ എന്ന് പറയുമ്പോൾ മുമ്പിലാണ്. അപ്പൊ ഓൾറെഡി നമ്മുടെ കയ്യിൽ എക്സ് ആണ് ഉള്ളത് അല്ലെ. അപ്പൊ ഇതിന് മുമ്പത്തെ എന്ന് പറയുമ്പോൾ ആരോ അല്ലെ, ഞാൻ ക്ലാസ് പറഞ്ഞിരുന്നു അല്ലെ, ജസ്റ്റ് ആഫ്റ്റർ എന്ന് പറയുമ്പോൾ എന്താണ്? ജസ്റ്റ്. അപ്പൊ 2ന്റെ മുന്നേ എന്ന് പറയുമ്പോൾ ആരാണ്? 2 plus 1 ആണ് അല്ലെ, അതാണ് 3. ബിഫോർ എന്ന് പറഞ്ഞാൽ 2 minus 1 ആണ്. ആയിക്കോട്ടെ, 1 സബ്ട്രാക്ട് ചെയ്യാം. അപ്പൊ എത്ര ആവും? 1 കിട്ടും. അപ്പൊ ജസ്റ്റ് ആഫ്റ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്ലസ് 1 ചേർക്കുക. ജസ്റ്റ് ബിഫോർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൈനസ് 1 ചേർക്കുക. അപ്പൊ എക്സിന് കൂടി എന്ത് ആഡ് ചെയ്തു? ഞാന് പ്ലസ് 1 ആഡ് ചെയ്തു. വൈ കൂടി എന്ത് ആഡ് ചെയ്തു? പ്ലസ് 1 ആഡ് ചെയ്തു. എന്നിട്ട് ഇവരുടെ പ്രൊഡക്റ്റ് എക്സ് പ്ലസ് 1 ഇൻറ്റു വൈ പ്ലസ് 1 എന്ന് പറഞ്ഞാൽ 5 to 5 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇത് മൾട്ടിപ്ലൈ ചെയ്യാം. എക്സ് ഇൻറ്റു വൈ എന്താണ്? എക്സ് വൈ. എക്സ് ഇൻറ്റു 1 അല്ലെ, പ്ലസ് എക്സ് ഇൻറ്റു 1 അല്ലെ, എക്സ് ഇൻറ്റു 1 പ്ലസ് 1 ഇൻറ്റു വൈ 1 ഇൻറ്റു വൈ പ്ലസ് 1 ഇൻറ്റു 1 ഈക്വൽ ടു 5 to 5 എന്ന് പറഞ്ഞാൽ എക്സ് വൈ പ്ലസ് എക്സ് പ്ലസ് വൈ പ്ലസ് 1 ഈക്വൽ ടു 5 to 5. ഇക്വേഷൻ 1. ഈ 1നെ അങ്ങോട്ടേ കൊണ്ടുപോകുന്നേ ഇല്ല, നമുക്ക് അവസാനം ചെയ്യാന്ന് കരുതിയിട്ടാണ് ആ 1 അതേപോലെ ഇരുന്നോട്ടെ. ഇനി അടുത്ത നമ്മൾ പറഞ്ഞിട്ടുള്ളത് ദ പ്രൊഡക്റ്റ് ഓഫ് ദി നമ്പർ ജസ്റ്റ് ബിഫോർ ഈസ് 437. അപ്പൊ ജസ്റ്റ് ബിഫോർ അല്ലെ, അപ്പൊ എങ്ങനെ നമുക്ക് എക്സ് മൈനസ് 1 വൈ എന്താവും? വൈ മൈനസ് 1 ഈക്വൽ ടു 437 അല്ലെ. നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ 4 to 7 ആയിരുന്നു, അത് മാറ്റി 437 ആക്കി. ക്വസ്റ്റ്യൻ മിസ്റ്റേക്ക് ഉണ്ടായിരുന്നു, മാറ്റി. ഇനി എക്സ് ഇൻറ്റു വൈ, എക്സ് ഇൻറ്റു വൈ. അടുത്ത് എക്സ് ഇൻറ്റു 1, എക്സ് ഇൻറ്റു 1 പ്ലസ് ഇൻറ്റു മൈനസ് മൈനസ്. ഇനി മൈനസ് 1 ഇൻറ്റു വൈ അല്ലെങ്കിൽ 1 ഇൻറ്റു വൈ, 1 ഇൻറ്റു വൈ മൈനസ് ഇൻറ്റു പ്ലസ് മൈനസ്.
1 into 1, 1 into 1, minus into minus, plus equal to 4, 3, 7. ഇനി എന്ത് ചെയ്യാ? x into y എന്ന് പറഞ്ഞാൽ xy, അല്ലെ? x into 1 എന്തായി? xi. 1 into y എന്ന് പറഞ്ഞാൽ y ആണ്. 1 into 1, 1 equal to 4, 3, 7 ആണ്. ഇതിന് ഇക്വേഷൻ 2 എന്ന് കൊടുത്തു. നമുക്ക് ഇക്വേഷൻ 1 ഉം കിട്ടി, ഇക്വേഷൻ 2 ഉം കിട്ടി. നമ്മൾ കാണാൻ പറഞ്ഞ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? വാട്ട് ഈസ് ദി പ്രൊഡക്റ്റ് ഓഫ് ദി നമ്പേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ളത്. എന്താണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ? വാട്ട് ഈസ് ദി പ്രൊഡക്റ്റ് ഓഫ് നമ്പേഴ്സ്. അപ്പൊ പ്രൊഡക്റ്റ് കാണാൻ വേണ്ടിയിട്ട് ഞാൻ ഇക്വേഷൻ 1നെയും ഇക്വേഷൻ 2നെയും ആഡ് ചെയ്യാം. അപ്പൊ ഇക്വേഷൻ 1 എന്ന് പറഞ്ഞാൽ നമുക്കറിയാം xy plus x plus y plus 1. ഇക്വേഷൻ 2 എന്താണ്? xy minus x minus y plus 1 equal to 5 2 5 plus 4 3 7 ആണ് നമ്മളെ ഇക്വേഷൻ 1 ഉം ഇക്വേഷൻ 2. ഇവിടെ നോക്കുക, ഇവിടെ ഉണ്ട് പ്ലസ് എക്സ് ഉണ്ട്, ഇവിടെ ഒരു മൈനസ് എക്സ് ഉണ്ട്, ക്യാൻസൽ ആയി പോയി. ഇവിടെ പ്ലസ് വൈ ഉണ്ട്, ഇവിടെ ഒരു മൈനസ് വൈ ഉണ്ട്, ക്യാൻസൽ ആയി പോയി. ബാക്കി ആരുള്ളൂ? എക്സ് വൈ പ്ലസ് 1 പ്ലസ് എക്സ് വൈ പ്ലസ് 1 ഈക്വൽ ടു, ഇത് ആഡ് ചെയ്താൽ 962 ആണത് ആൻസർ വരുന്നത്. ഇവിടെ എത്ര എക്സ് വൈ ഉണ്ട്? 2 ആണ്. അപ്പൊ 2xy. എത്ര 1 ഉണ്ട്? 2 ആണ്. അപ്പൊ 2 ഈക്വൽ ടു 962. അപ്പൊ 2xy ഈക്വൽ ടു 962 പ്ലസ് 2 അങ്ങോട്ട് കൊണ്ടുപോയപ്പോ -2, 960 ആണ്. അപ്പൊ xy ഈക്വൽ ടു 960 അല്ലെ? ബൈ ആരുടെയും ചേർക്കണം, ഈ 2 അങ്ങോട്ട് കൊണ്ടുപോയപ്പോ എന്തായി? ബൈ 2 ആയി. അപ്പൊ 2xy ഈക്വൽ ടു എന്താണ്? 960 ആണ്. xy ഈക്വൽ ടു 960 ഡിവൈഡഡ് ബൈ 2 എന്ന് പറഞ്ഞ എത്രയാണ്? 480. അപ്പൊ പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞപ്പോ എത്ര കിട്ടി നമുക്ക്? xy എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെ, xy എന്ന് പറഞ്ഞാൽ 480 ആണ് കിട്ടിയത്. അപ്പൊ പ്രൊഡക്റ്റ് അല്ലെ ഓഫ് ദി നമ്പേഴ്സ് എത്രയാണ് ആൻസർ? 480 ആണ് കിട്ടിയിട്ടുള്ളത്. ഇതിലെ സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്താ നമ്മോട് പറഞ്ഞിട്ടുള്ളത്? അവര് അല്ലെ വാട്ട് ഈസ് ദെയർ സം. അതിനുവേണ്ടി നമ്മൾ ഇക്വേഷൻ 1 ആണ് ഇക്വേഷൻ 2 എന്ത് ചെയ്യാണ്? സബ്ട്രാക്ട് ചെയ്യാണ്. എന്താണ്? വാട്ട് ഈസ് ദെയർ സം എന്ന് പറയുമ്പോൾ ഇക്വേഷൻ 1 എന്നും ഇക്വേഷൻ 2 സബ്ട്രാക്ട് ചെയ്യാൻ. ഇക്വേഷൻ 1 ആണ് എക്സ് പ്ലസ് വൈ എക്സ് പ്ലസ് വൈ പ്ലസ് 1 മൈനസ് ഓഫ് ഇക്വേഷൻ 2 എന്ന് പറയുമ്പോൾ എക്സ് വൈ മൈനസ് എക്സ് minus y plus 1 equal to 5 2 5 minus 4 3 7 ആണ് നമ്മൾ ആര് വരുന്നത്? ഇക്വേഷൻ 1 എന്ന് ഇക്വേഷൻ 2 എന്ത് ചെയ്യുന്നത്? സബ്ട്രാക്ട് ചെയ്യുന്നത്. ഇനി എന്ത് ചെയ്യുക? ഈ ബ്രാക്കറ്റ് റിമൂവ് ചെയ്യുക. അപ്പൊ എക്സ് വൈ പ്ലസ് എക്സ് പ്ലസ് വൈ പ്ലസ് 1 മൈനസ് ഇൻറ്റു പ്ലസ് മൈനസ് എക്സ് വൈ മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ് എക്സ് മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ് വൈ minus into plus minus equal to 525 minus 473 ന്റെ സബ്ട്രാക്ട് ചെയ്യുമ്പോൾ എത്ര കിട്ടും നമുക്ക്? 88 ആയിട്ട് വരും. ഇനി ഇവിടെ നോക്കുക, ഇവിടെ പ്ലസ് എക്സ് വൈ ഉണ്ട്, ഇവിടെ മൈനസ് എക്സ് വൈ ഉണ്ട്, ക്യാൻസൽ ആയി. ഇവിടെ പ്ലസ് 1 ഉണ്ട്, ഇവിടെ മൈനസ് 1 ഉണ്ട്, ക്യാൻസൽ ആയി. ബാക്കി ഇവിടെ എന്തൊക്കെയുള്ളൂ? എക്സ് പ്ലസ് വൈ പ്ലസ് എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 88. ഇവിടെ എത്ര എക്സ് ഉണ്ട്? 2 ഉണ്ട്. എത്ര y ഉണ്ട്? 2 ഉണ്ട്. ഈക്വൽ ടു 88. 2 ഔട്ട് സൈഡ് എടുത്തു. എക്സ് ഇൻറ്റു വൈ ഈക്വൽ ടു അല്ലെ 2 ഇൻറ്റു എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 88. 2 ഔട്ട് സൈഡ് എടുത്തപ്പോ അപ്പൊ എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 88 ബൈ 2 എന്ന് പറഞ്ഞാൽ എത്ര കിട്ടി? 44. അപ്പൊ എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 44. ഇതിനെ ഞാൻ ഇക്വേഷൻ 3 ആക്കി കുറിച്ചു. അപ്പൊ എക്സ് പ്ലസ് വൈ എന്ന് പറഞ്ഞ സമ്മാണ്. ആര്? നമ്പേഴ്സിന്റെ സം. അപ്പൊ സം ഈക്വൽ ടു എത്രയാണ്? 44. നമ്മൾ അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? ദെയർ ഡിഫറൻസ്. അപ്പൊ ഇതിന്റെ ഡിഫറൻസ് കാണണം. അപ്പൊ നമ്മള് 8th സ്റ്റാൻഡേർഡിൽ ഐഡന്റിറ്റീസ് എന്ന ചാപ്റ്ററിൽ ഒരു പഠിച്ചിട്ടുണ്ടായിരുന്നു. എന്തായിരുന്നു? ഒരു ഐഡന്റിഫിക്കേഷൻ. എന്തായിരുന്നു? എക്സ് മൈനസ് വൈ ഹോൾ സ്ക്വയർ ഈക്വൽ ടു എക്സ് പ്ലസ് വൈ ഹോൾ സ്ക്വയർ മൈനസ് 4xy എന്ന ഇക്വേഷൻ പഠിച്ചിരുന്നു. അപ്പോ എക്സ് പ്ലസ് വൈ നമുക്ക് തൊട്ട് മുമ്പ് അറിയാം എത്രയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്? 44 ആണെന്നും പ്രൊഡക്റ്റ് എക്സ് വൈ എന്ന് പറഞ്ഞാൽ 480 ആണെന്നും നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട് തൊട്ട് മുമ്പ്.
അതിലേക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുക. അപ്പൊ എന്താ 44 സ്ക്വയർ മൈനസ് 4 into 1480. അപ്പൊ 44 സ്ക്വയർ മൈനസ് 480. 44ന്റെ സ്ക്വയർ ആണ് 1936. 4 into 40 അല്ലെ 480 എന്ന് പറഞ്ഞാൽ 1920. ഒന്ന് സബ്ട്രാക്ട് ചെയ്ത് നോക്കുക. 1936 മൈനസ് 1920 എത്രയായി 61. അപ്പൊ 16 ആണ് ഇവിടെ. ഇപ്പൊ എക്സ് മൈനസ് വൈ ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണ് 16 ആണ്. എക്സ് മൈനസ് വൈ എന്ന് പറഞ്ഞാൽ √16 എത്ര കിട്ടി 4. അപ്പൊ എക്സ് മൈനസ് വൈ ഈക്വൽ ടു 4. ഇതിന് ഇക്വേഷൻ 4 കൊടുത്തു. അപ്പൊ എക്സ് മൈനസ് വൈ എന്ന് പറഞ്ഞാൽ ഡിഫറൻസ് ആണ്. അപ്പൊ താഴെ എഴുതാ ദ ഡിഫറൻസ് ഈക്വൽ ടു എത്ര കിട്ടി 4 ആണെന്ന് കിട്ടി. ഇനി അടുത്ത മൂന്നാമത്തെ കഴിഞ്ഞ് ഈ നാലാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മൾ കാണാൻ പറഞ്ഞത് അല്ലെ, വാട്ട് ആർ ദി നമ്പേഴ്സ്, അഥവാ എക്സിന്റെയും വൈന്റെയും വാല്യൂ ആണ് കണ്ടെത്താൻ പറഞ്ഞത്. നമുക്കറിയാം എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 44 തന്നിട്ടുണ്ട് ഇക്വേഷൻ 3. എക്സ് മൈനസ് വൈ എന്ന് പറഞ്ഞാൽ 4 ആണ് ഇക്വേഷൻ 4. ഇനി എന്ത് ചെയ്താൽ മതി, ഈ രണ്ട് ഇക്വേഷൻ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, y വാല്യൂ അല്ലെങ്കിൽ x വാല്യൂ കിട്ടും. അപ്പൊ ഇവിടെ നോക്കുക 3 + 4 ആഡ് ചെയ്താൽ ഇക്വേഷൻ 3യും ഇക്വേഷൻ 4ഉം ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് y ടേം പോയി കിട്ടും അല്ലെ, ഇങ്ങനെ വരും. 44 + 4 ഇവിടെ 2x ആയി, ഇവിടെ 48 ആയി. x ഈക്വൽ ടു 48/2 ഈക്വൽ ടു 24. നമ്മൾ ഇക്വേഷൻ സോൾവ് ചെയ്യുന്നത് ഫസ്റ്റ് ചാപ്റ്റർ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ, നമ്മളെ പേഴ്സ് ഓഫ് ഇക്വേഷൻസ് അത് പഠിച്ചിട്ടുണ്ട്. നമ്മൾ ഫസ്റ്റ് ചാപ്റ്റർ അതായിരുന്നു. ആ മെത്തേഡിലേക്ക് വന്നു. ഇവിടെ എന്തിട്ട് എക്സ് ഈക്വൽ ടു 24 ആണ്. ഞാൻ ഇക്വേഷൻ 3ലേക്കാണ് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുന്നത്. അപ്പൊ 24 പ്ലസ് y 44, y ഈക്വൽ ടു 44 മൈനസ് 24 ഈക്വൽ ടു എത്ര കിട്ടി 20 ആയി മാറി. അപ്പൊ നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ എക്സ് കോമ വൈ ആണ്. എക്സ് എന്ന് പറഞ്ഞാൽ 24, y എന്ന് പറഞ്ഞാൽ 20. അപ്പൊ ആൻസർ എന്ത് കിട്ടി 24,20 ആണ് കിട്ടിയത്. ക്ലിയർ ആയല്ലോ. അടുത്ത നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ടെക്സ്റ്റ് ബുക്ക് ആക്ടിവിറ്റീസ് ആണ്. പേജ് നമ്പർ 80 ആണ്. അപ്പൊ ടെക്സ്റ്റ് ബുക്ക് ആക്ടിവിറ്റീസിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ദ പെരിമീറ്റർ ഓഫ് എ റെക്ടാംഗിൾ ഈസ് 40 സെന്റിമീറ്റർ ആൻഡ് ഇറ്റ്സ് ഏരിയ ഈസ് 70 സ്ക്വയർ സെന്റിമീറ്റർ. Find the area of the rectangle with each side 3 centimeter shorter. ഒരു റെക്ടാംഗിൾ ഉണ്ട്, അതിന്റെ പെരിമീറ്റർ തന്നിട്ടുണ്ട്, അതിന്റെ ഏരിയയും തന്നിട്ടുണ്ട്. പിന്നെ അടുത്തെന്ന് പറയുന്നത് ഓരോ ഈച്ച് സൈഡും 3 സെന്റിമീറ്റർ കുറവാണെങ്കിൽ അതിന്റെ ഏരിയ കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. നമുക്ക് ആദ്യം ഇവിടെ ലെങ്ത്തും ബ്രെഡ്ത്തും ഉണ്ട്. അപ്പൊ ഞാൻ ലെങ്ത്തിന് എന്താക്കി എടുത്തു, എക്സ് ആക്കി എടുത്തു. അതേപോലെ ബ്രെഡ്ത്തിന് എന്താക്കി എടുത്തു, y ആക്കി എടുത്തു. നമുക്കറിയാം പെരിമീറ്റർ ഓഫ് ദി റെക്ടാംഗിൾ 40 ആണ്. നമുക്ക് ഇക്വേഷൻ അറിയാം. എന്താണ് ഇക്വേഷൻ? 2 into ലെങ്ത് പ്ലസ് ബ്രെഡ്ത്ത് ആണ് നമ്മുടെ പെരിമീറ്റർ. അപ്പൊ എത്രയാണ് 40 ആണ്. അപ്പൊ എന്തായി 2 ലെങ്ത്തിന് x ആണ്, ബ്രെഡ്ത്തിന് y ആണ്. അപ്പൊ 2 into x plus y equal to 40. x plus y equal to 40/2 എത്രയാണ് 20 ആണ്. അപ്പൊ x plus y എത്ര കിട്ടി 20. ഇനി അടുത്തെന്താണ് നമുക്ക് തന്നിട്ടുള്ളത് അല്ലെ, ഏരിയ തന്നിട്ടുണ്ട്. ഏരിയ എത്രയാണ് ഈ 70 ആണ്. അപ്പൊ ഏരിയ ഈ 70 സ്ക്വയർ സെന്റിമീറ്റർ ആണ്. അപ്പൊ ഏരിയ കാണുന്ന ഇക്വേഷൻ എന്താണ്, ഏരിയ ഈക്വൽ ടു ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത്. അപ്പൊ നമുക്ക് ഏരിയ നമുക്ക് തന്നിട്ടുണ്ട് എത്രയാണ് 70. അപ്പൊ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഈക്വൽ ടു 70. ലെങ്ത് എന്താണ് x ആണ്, ബ്രെഡ്ത്ത് എന്ന് പറഞ്ഞാൽ y ആണ്. അപ്പൊ xy ഈക്വൽ ടു 70 ആണ്. ഇനി അടുത്താണ് ഓ ലെങ്ത്തും ബ്രെഡ്ത്തും എന്താണ് ഷോർട്ടർ ആണ്. എത്ര സെന്റിമീറ്റർ 3 സെന്റിമീറ്റർ എന്ന് പറഞ്ഞത് ഈച്ച് സ്ക്വയർ. അപ്പൊ ലെങ്ത് എന്തായി മാറും, നമുക്ക് x മൈനസ് 3 ആയി മാറും. ബ്രെഡ്ത്ത് എന്ന് പറഞ്ഞാൽ എത്രയായി y മൈനസ് 3 ആയി മാറും. ഇനി എന്താണ് അതിന്റെ ഏരിയ പറഞ്ഞിട്ടുണ്ട്. എന്താണ് ഫൈൻഡ് ദി ഏരിയ ഓഫ് എ റെക്ടാംഗിൾ വിത്ത് ഈച്ച് സൈഡ് 3 സെന്റിമീറ്റർ ഷോർട്ടർ എന്ന് പറഞ്ഞത്. അപ്പൊ നമുക്ക് ഏരിയ കാണുന്ന ഇക്വേഷൻ അറിയാം. ഏരിയ ഈക്വൽ ടു ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ആണ്. അപ്പൊ ഏരിയ ഈക്വൽ ടു ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ആണ്. അപ്പൊ ലെങ്ത് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം x മൈനസ് 3 ആണ്, ബ്രെഡ്ത്ത് എന്ന് പറഞ്ഞാൽ y മൈനസ് 3 ആണ്. ഇതൊന്ന് മൾട്ടിപ്ലൈ ചെയ്ത അതിന്റെ ആൻസർ ആണ് നമ്മൾ കണ്ടുപിടിക്കാൻ പറഞ്ഞത്, ഏരിയ കണ്ടുപിടിക്കാൻ പറഞ്ഞത്. അപ്പൊ x ഇൻറ്റു y എന്താണ് xy.
x into 3 അല്ലെ x into 3 plus into minus minus 3 into y 3 into y minus into plus minus minus into minus plus 3 into 3 അല്ലെ 3 into 3 multiply minus into minus plus അപ്പൊ x y ഇവിടെ കോമൺ ആയിട്ട് 3 ഉണ്ട് അതുപോലെ മൈനസും ഉണ്ട് അപ്പൊ മൈനസ് എന്ത് ചെയ്തു ഞാൻ പുറത്തേക്ക് എടുത്തു അപ്പൊ എന്തെറ്റി എക്സ് പ്ലസ് വൈ പ്ലസ് 9 ആയി നമുക്കറിയാം എക്സ് വൈ എന്ന് പറഞ്ഞാൽ തൊട്ട് നമ്മൾ കണ്ടെത്തിയിരുന്നു എക്സ് വൈ എത്ര നമുക്ക് കിട്ടിയത് അല്ലെ എക്സ് വൈ ഈക്വൽ ടു 70 ആണ് നമുക്ക് തന്നിട്ടുണ്ട് എക്സ് വൈ ഈക്വൽ ടു 70 എക്സ് പ്ലസ് വൈ എന്നാണ് നമ്മൾ എന്ത് തന്നിട്ടുണ്ട് 20 ആണ് നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട് അല്ലെ എക്സ് വൈ എന്ന് പറഞ്ഞാൽ 70 എക്സ് പ്ലസ് വൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണ് 20 എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ എന്ത് ചെയ്തു നേരെ ഇതിലേക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുക എന്ത് വരും ഈക്വൽ ടു 70 minus 3 into 20 plus 9 70 minus 60 plus 9 equal to 70 കൂടി 90 ആണ് 79 ആണോ minus 60 79 minus 60 എന്ന് പറഞ്ഞാൽ 90 ആണ് ഇതിന്റെ ആൻസർ ആയിട്ട് വന്നത് ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്താണ് അടുത്ത ക്വസ്റ്റ്യൻ സെക്കൻഡ് ക്വസ്റ്റ്യൻ if the side of a rectangle are decreased by 1 meter its area would be 741 square meter if increased by 1 meter it would be 881 square meter what are the area of a rectangle what is the perimeter what is the length of its side നേരത്തെ നമ്മൾ ആ 10th ക്വസ്റ്റ്യൻ ചെയ്ത പാറ്റേൺ ആണ് അവിടെ പെരിമീറ്റർ ഏരിയ എന്ന് പറയുമ്പോൾ എക്സ് വൈ ആണ് റെക്ടാങ്കിളിന്റെ പെരിമീറ്റർ എന്ന് പറഞ്ഞാൽ എക്സ് പ്ലസ് വൈ അല്ലെ ഇൻറ്റു എക്സ് പ്ലസ് വൈ ആണ് 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി ആ എക്സ് പ്ലസ് വൈ കൂടി അപ്പൊ സെയിം പാറ്റേൺ തന്നെയാണ് നമ്മൾ 10ാമത്തെ ക്വസ്റ്റ്യന്റെ അതേ പാറ്റേൺ തന്നെയാണ് നമ്മൾ ഈ ക്വസ്റ്റ്യനും ചോദിച്ചിട്ടുള്ളത് അപ്പൊ ഞാൻ റെക്ടാങ്കിളിന്റെ ലെങ്ത്തിന് എന്താക്കി എടുത്തു എക്സ് ആക്കി എടുത്തു ബ്രെഡ്ത്തിന് എന്താക്കി എടുത്തു വൈ ആക്കി എടുത്തു അതിൽ ഫസ്റ്റ് ലൈൻ എന്താ പറയണേ നമ്മളുടെ അല്ലെ ഇഫ് ദ സൈഡ് ഓഫ് റെക്ടാങ്കിൾ ആർ ഡിഗ്രീസ് ബൈ 1 meter 1 സെന്റിമീറ്റർ കുറവാണ് 1 meter സെന്റിമീറ്റർ അല്ലാതെ മീറ്റർ 1 meter കുറവാണ് അപ്പൊ ലെങ്ത് എന്ന് പറഞ്ഞാൽ എന്തായി എക്സ് മൈനസ് 1 ആയി അപ്പൊ ബ്രെഡ്ത്ത് എന്തായി മാറി വൈ മൈനസ് 1 ആയി അതിന്റെ അല്ലെ ഏരിയ എന്ന് നമുക്ക് തന്നിട്ടുണ്ട് 741 ഏരിയ കാണാനുള്ള ഇക്വേഷൻ നമുക്കറിയാം ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ആണ് അപ്പൊ എക്സ് മൈനസ് 1 ഇൻറ്റു വൈ മൈനസ് 1 ഈക്വൽ ടു 741 ആണ് അപ്പൊ മൾട്ടിപ്ലൈ ചെയ്യാം അപ്പൊ എന്താവും എക്സ് വൈ ഇനി 1 ഇൻറ്റു അല്ലെ എക്സ് ഇൻറ്റു 1 എന്ന് പറയുമ്പോ അല്ലെ എക്സ് ഇൻറ്റു 1 പ്ലസ് ഇൻറ്റു മൈനസ് മൈനസ് 1 ഇൻറ്റു വൈ മൈനസ് ഇൻറ്റു പ്ലസ് മൈനസ് ഇനി 1 ഇൻറ്റു 1 1 മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ് ഈക്വൽ ടു 741 അപ്പൊ എക്സ് വൈ മൈനസ് എക്സ് മൈനസ് വൈ പ്ലസ് 1 ഈക്വൽ ടു 741 ഇതിനെ ഇക്വേഷൻ 1 ആക്കി കൊടുത്തു അപ്പൊ എന്ത് കിട്ടി നമുക്ക് ഇക്വേഷൻ 1 കിട്ടി ഇനി അടുത്ത നമ്മൾ പറയുന്നത് എന്താണ് ഇഫ് ഇൻക്രീസ്ഡ് ബൈ 1 meter അഥവാ ലെങ്ത് ഒന്ന് ഇൻക്രീസ് ചെയ്തു അഥവാ എക്സ് പ്ലസ് 1 ആയി അപ്പൊ ബ്രെഡ്ത്ത് എന്തായി മാറി വൈ പ്ലസ് 1 ആയി അങ്ങനെയാണെങ്കിൽ അതിന്റെ ഏരിയ എന്ന് പറഞ്ഞാൽ 861 ആണ് അല്ലെ 861 ആണ് പറഞ്ഞിട്ടുള്ളത് അപ്പൊ ഏരിയ കാണുന്ന ഇക്വേഷൻ അറിയാം ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ആണ് ലെങ്ത് എന്ന് പറഞ്ഞാൽ എക്സ് പ്ലസ് 1 ബ്രെഡ്ത്ത് എന്ന് പറഞ്ഞാൽ വൈ പ്ലസ് 1 ഈക്വൽ ടു 861 മൾട്ടിപ്ലൈ ചെയ്യാം എക്സ് ഇൻറ്റു വൈ എക്സ് വൈ എക്സ് ഇൻറ്റു 1 എക്സ് ഞാൻ നേരത്തെ എഴുതിയെന്നുള്ളൂ പ്ലസ് 1 ഇൻറ്റു വൈ വൈ പ്ലസ് 1 ഇൻറ്റു 1 1 ഈക്വൽ ടു 861 ഇതിനെ ഇക്വേഷൻ 2 ആക്കി കൊടുത്തു ഈ നേരത്തെ ചെയ്ത പോലെ എന്ത് ചെയ്യുക ഇക്വേഷൻ 1നെയും ഇക്വേഷൻ 2നെയും തമ്മിൽ ആഡ് ചെയ്യാം എന്താണ് ഇക്വേഷൻ 1 അല്ലെ എക്സ് വൈ അല്ലെ മൈനസ് എക്സ് മൈനസ് വൈ പ്ലസ് 1 ഇക്വേഷൻ 2 ഏതാ എക്സ് വൈ പ്ലസ് എക്സ് പ്ലസ് വൈ പ്ലസ് 1 ഈക്വൽ ടു 741 ആണ് പ്ലസ് 861 ആണ് ഇവിടെ നോക്കാം മൈനസ് എക്സ് ഉണ്ട് പ്ലസ് എക്സ് ഉണ്ട് ക്യാൻസൽ ആയി പോയി
ഇവിടെ മൈനസ് വൈ ഉണ്ട്, ഇവിടെ പ്ലസ് വൈയും ക്യാൻസൽ ആയി പോയി. ബാക്കി ആരേ ഉള്ളൂ? എക്സ് വൈ പ്ലസ് വൺ പ്ലസ് എക്സ് വൈ പ്ലസ് വൺ തമ്മിൽ ആഡ് ചെയ്ത് എത്ര കിട്ടി? 1602. ഇവിടെ എത്ര എക്സ് വൈ ഉണ്ട്? 2xy. എത്ര വൺ ഉണ്ട്? 2 ആണ്. ഈക്വൽ ടു 1602 ആണ്. അപ്പൊ 2xy ഈക്വൽ ടു 1602 മൈനസ് 2 സബ്ട്രാക്ട് ചെയ്യുമ്പോൾ 1600 ആണ്. അപ്പൊ 2xy ഈക്വൽ ടു 1600 ആണ്. xy ഈക്വൽ ടു 1600 ബൈ 2 എന്ന് പറഞ്ഞാൽ xyന്റെ വാല്യൂ എത്ര കിട്ടി? 800 ആണ് കിട്ടിയത്. അപ്പൊ xy എന്ന് പറഞ്ഞാൽ എന്താണ്? ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ആണ്. x എന്ന് പറഞ്ഞാൽ ലെങ്ത്, y എന്ന ബ്രെഡ്ത്ത് എന്ന് പറഞ്ഞാൽ ഈ റെക്ടാംഗിളിന്റെ ഏരിയ അല്ലേ? അപ്പൊ നമുക്ക് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞേ? വാട്ട് ഈസ് ദി ഏരിയ ഓഫ് ദി റെക്ടാംഗിൾ? അപ്പൊ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ആണ്. അപ്പൊ എന്താണ്? എക്സ് വൈ ആണ്. നമുക്ക് ഇക്വേഷൻ എക്സ് വൈ എത്രയാണ്? 800 കിട്ടിയല്ലോ. അപ്പൊ ഏരിയ എന്ന് പറഞ്ഞാൽ 800. എന്താ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ? വാട്ട് ഈസ് ദി പെരിമീറ്റർ? അപ്പൊ അതിനു വേണ്ടി ഞാൻ ഇക്വേഷൻ 2 ആണ് എടുത്തത്. എന്താണ് ഇക്വേഷൻ 2? എക്സ് വൈ പ്ലസ് എക്സ് പ്ലസ് വൈ പ്ലസ് 1 ഈക്വൽ ടു 861. എക്സ് വൈ നമ്മൾ തൊട്ട് മുമ്പ് കണ്ടെത്തി 800 ആണെന്നും എക്സ് പ്ലസ് വൈ പ്ലസ് 1 ഈക്വൽ ടു 861 ആണ്. 800 1 ആഡ് ചെയ്തു, 801 പ്ലസ് എക്സ് വൈ ഈക്വൽ ടു 861. എന്ത് ചെയ്യാണ്? എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 861 മൈനസ് 801 സബ്ട്രാക്ട് ചെയ്യുമ്പോൾ എത്ര കിട്ടി? 60 ആണ്. എന്ന് പറഞ്ഞാൽ എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 60. ഇതിന് ഇക്വേഷൻ ഞാൻ എന്ത് ചെയ്തു? 3 കൊടുത്തു. അപ്പൊ നമുക്കറിയാം പെരിമീറ്റർ ആണ് നമ്മൾ ചോദിച്ചത്. അപ്പൊ പെരിമീറ്റർ കാണാൻ ഇക്വേഷൻ അറിയാം. 2 ഇൻറ്റു ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ആണ്. അപ്പൊ 2 എക്സ് ആണ് ലെങ്ത്, ബ്രെഡ്ത്തിന് വൈ. അപ്പൊ 2 ഇൻറ്റു എക്സ് പ്ലസ് വൈ എത്രയാണ്? 60 ആണ്. അപ്പൊ 2 ഇൻറ്റു 60 എത്ര? 120 ആണ് നമ്മളെ പെരിമീറ്റർ ആയിട്ട് വന്നിട്ടുള്ളത്. ഇനി അടുത്തതിൽ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? വാട്ട് ആർ ദിസ് ലെങ്ത് ഓഫ് ഇറ്റ് സൈഡ്? നമുക്കറിയാം ഇതിന്റെ നമ്മളെ ഐഡന്റിറ്റീസ് എന്ന ചാപ്റ്ററിൽ ഒരു ഇക്വേഷൻ പഠിച്ചിരുന്നു. എന്തായിരുന്നു? എക്സ് മൈനസ് വൈ ഹോൾ സ്ക്വയർ ഈക്വൽ ടു എക്സ് പ്ലസ് വൈ ഹോൾ സ്ക്വയർ മൈനസ് 4xy ആണ്. അപ്പൊ അവിടെ എക്സ് പ്ലസ് വൈ എന്ന് പറഞ്ഞാൽ നമുക്ക് അറിയാം എത്രയാണ്? എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 60 ആണെന്നും എക്സ് വൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 800 ആണെന്ന് അറിയാം. അത് ഇതിലേക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുക. അപ്പോ 60 ഹോൾ സ്ക്വയർ മൈനസ് 4 ഇൻറ്റു 800 എത്ര? 600 മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എത്ര കിട്ടും? 3200. സബ്ട്രാക്ട് ചെയ്യുമ്പോൾ എത്രയായി? 400. അപ്പൊ എക്സ് മൈനസ് വൈ ഹോൾ സ്ക്വയർ ഈക്വൽ ടു 400. അപ്പൊ എക്സ് മൈനസ് വൈ ഈക്വൽ ടു റൂട്ട് 400 ഈക്വൽ ടു 20. അപ്പൊ എക്സ് മൈനസ് വൈ ഈക്വൽ ടു 20 ഇതിന് ഇക്വേഷൻ ആയിക്കോട്ടെ. അപ്പൊ ലെങ്ത്തും പെടുന്ന നമ്മൾ ഡിഫറൻസ് വെച്ച് കഴിഞ്ഞാൽ എത്ര കൊടുക്കാം? ആൻസർ 20 ആണെന്നും ഓർത്ത് വെക്കുക. നമ്മൾ ഇനി എക്സും വൈയും കണ്ടെത്താൻ പോവാണ്. അപ്പൊ ഞാൻ ഇക്വേഷൻ 3 അതേപോലെ എടുത്ത് എഴുതി, ഇക്വേഷൻ 3 ഇതേപോലെ എഴുതി. ഇക്വേഷൻ 4 എന്ന് പറയുമ്പോ എത്രയായിരുന്നു? 20 ആണ് വരുന്നത്. ഇനി എന്ത് ചെയ്യാം? നമുക്ക് തമ്മിൽ ആഡ് ചെയ്യാം. ഇക്വേഷൻ 3 പ്ലസ് ഇക്വേഷൻ 4 അപ്പൊ എന്താവും? 2x പ്ലസ് ഈക്വൽ ടു 60 പ്ലസ് 20 എന്ന് പറഞ്ഞാൽ 80 ആണ്. അപ്പൊ x ഈക്വൽ ടു 80 ബൈ 2 എന്ന് പറഞ്ഞാൽ 40. അപ്പൊ x ഈക്വൽ ടു 40 ഞാൻ ഇക്വേഷൻ 3ലേക്കാണ് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുന്നത്. അപ്പൊ 40 പ്ലസ് y ഈക്വൽ ടു 60. y ഈക്വൽ ടു 60 മൈനസ് 40 ഈക്വൽ ടു 20. അപ്പൊ എന്ത് കിട്ടി? ലെങ്ത്തും ബ്രെഡ്ത്തും കിട്ടി. അപ്പൊ ലെങ്ത് ഈക്വൽ ടു എക്സ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? 40 ആണ്. അത്രയും സെന്റിമീറ്റർ. ബ്രെഡ്ത്ത് എന്ന് പറഞ്ഞാൽ y എന്ന് പറഞ്ഞാൽ എത്രയാണ്? 20 ആണ് നമുക്ക് കിട്ടിയത്. ക്ലിയർ ആയല്ലോ? ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എത്രാമത്തെ ക്വസ്റ്റ്യൻ? തേർഡ് ക്വസ്റ്റ്യൻ. നമ്മൾ 10th ക്വസ്റ്റ്യന്റെ അതേ മോഡൽ ക്വസ്റ്റ്യൻ ആണ് തേർഡ് ക്വസ്റ്റ്യൻ. എന്താണ് തേർഡ് ക്വസ്റ്റ്യൻ? When each of the two numbers are increased by 1, the product become 1271. And when each is decreased by 1, the product become 1131. അതിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, what is the product of the numbers? What is their sum? What are the numbers? ഇത്രയും കാര്യങ്ങൾ നമ്മൾ ചോദിച്ചിട്ടില്ല.
അപ്പൊ 10th ക്വസ്റ്റിന്റെ സെയിം പാറ്റേൺ ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ ഞാനിവിടെ നമ്പേഴ്സിനെ ഞാൻ എന്താക്കി എടുത്തു, എക്സും വൈ ആക്കി എടുത്തു. പിന്നെ എന്ത് പറഞ്ഞു നമ്മളോട് ഫസ്റ്റ്, ദ ടു നമ്പേഴ്സ് ആർ ഇൻക്രീസ്ഡ് ബൈ 1 എന്ന് പറഞ്ഞു. ഓരോ നമ്പറും എത്രയുണ്ട്, ഇൻക്രീസ് ചെയ്യുന്നുണ്ട് 1. അപ്പൊ നമ്പേഴ്സ് എന്ന് പറഞ്ഞപ്പോ ആരൊക്കെയാവും വരിക, നമ്മൾ എക്സ് ആണ് ആദ്യം എടുത്തത്, അപ്പൊ എക്സ് പ്ലസ് 1 ആയി 1 ഇൻക്രീസ് ചെയ്തു. അപ്പൊ വൈയും എന്ത് ചെയ്യും, ഇൻക്രീസ് ചെയ്യും, വൈ പ്ലസ് 1 ഇൻക്രീസ് ചെയ്യും. ഇനി ഇതൊരു പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, എത്ര നമുക്ക് തന്നിട്ടുണ്ട്, 1 2 7 1 എന്ന് പറഞ്ഞാൽ എന്താണ്, എക്സ് പ്ലസ് 1 ഇൻറ്റു വൈ പ്ലസ് 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 2 7 ആണ്. എക്സ് ഇൻറ്റു വൈ എന്ന് പറഞ്ഞാൽ എക്സ് വൈ പ്ലസ് എക്സ് ഇൻറ്റു 1 എന്ന് പറഞ്ഞാൽ എക്സ്, 1 ഇൻറ്റു വൈ എന്ന് പറഞ്ഞാൽ വൈ, 1 ഇൻറ്റു 1 എന്ന് പറഞ്ഞാൽ 1 ഈക്വൽ ടു 1 2 7 1. ഇതിന് ഇക്വേഷൻ 1. അപ്പൊ അടുത്ത എന്താണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്, അല്ലെ, ടു നമ്പേഴ്സ് ആർ ഡിക്രീസ്ഡ് ബൈ 1. ഓരോ നമ്പർ എന്ത് ചെയ്യുന്നുണ്ട്, ഡിക്രീസ് ചെയ്യുന്നത്. അപ്പൊ എക്സ് എന്ത് ചെയ്യുന്നുണ്ട്, അല്ലെ, ഡിക്രീസ് ചെയ്യുന്നത് 1, അപ്പൊ എക്സ് മൈനസ് 1. വൈ എന്ത് ചെയ്യുന്നത്, ഡിക്രീസ് ചെയ്യുന്നുണ്ട്, വൈ മൈനസ് 1. പിന്നെ എന്ത് പറയുന്നത്, പ്രൊഡക്റ്റ് എത്രയാണ്, 1 1 3 1. അപ്പൊ അതിന്റെ പ്രൊഡക്റ്റ് പറയുമ്പോൾ എക്സ് മൈനസ് 1 ഇൻറ്റു വൈ മൈനസ് 1 എന്ന് പറഞ്ഞാൽ 1 1 3 1. മൾട്ടിപ്ലൈ ചെയ്യാം, എക്സ് ഇൻറ്റു വൈ എന്നാണ്, എക്സ് വൈ മൾട്ടിപ്ലൈ ചെയ്തു. അടുത്ത് എക്സ് ഇൻറ്റു മൈനസ് 1, അപ്പൊ മൈനസ് എക്സ് ഇൻറ്റു 1 അല്ലെ, പ്ലസ് ഇൻറ്റു മൈനസ് മൈനസ്, 1 ഇൻറ്റു വൈ അല്ലെ, 1 ഇൻറ്റു വൈ, മൈനസ് ഇൻറ്റു പ്ലസ് മൈനസ്, 1 ഇൻറ്റു 1 1, പിന്നെ എന്ത് ചെയ്തു, മൈനസും മൈനസും പ്ലസ്, ഈക്വൽ ടു 1 1 3 1. അപ്പൊ എക്സ് വൈ മൈനസ് എക്സ് മൈനസ് വൈ പ്ലസ് 1 ഈക്വൽ ടു 1 1 3 1. ഇക്വേഷൻ 2. ഇപ്പൊ എന്ത് കിട്ടി, ഇക്വേഷൻ 1ഉം ഇക്വേഷൻ 2ഉം കൈ കിട്ടി. ഇനി ഇതിലെ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്, വാട്ട് ഈസ് ദി പ്രൊഡക്റ്റ് ഓഫ് ദി നമ്പേഴ്സ്. അതിനു വേണ്ടി ഞാൻ എന്തു, ഇക്വേഷൻ 1ഉം ഇക്വേഷൻ 2ഉം തമ്മിൽ ആഡ് ചെയ്യാം. എന്താണ് ഇക്വേഷൻ 1, എക്സ് വൈ പ്ലസ് എക്സ് പ്ലസ് വൈ പ്ലസ് 1. ഇക്വേഷൻ 2 എന്ന് പറഞ്ഞാൽ എന്താണ്, എക്സ് വൈ മൈനസ് എക്സ് മൈനസ് വൈ പ്ലസ് 1 ഈക്വൽ ടു, ഇനി ഇവിടെ എന്താണ് വരുന്നത്, 1 2 7 1 പ്ലസ് 1 1 3 1. ഇവിടെ നോക്കുക, പ്ലസ് എക്സ് ഉണ്ട്, മൈനസ് എക്സ് ക്യാൻസൽ ആയി, പ്ലസ് വൈയും മൈനസ് വൈയും ക്യാൻസൽ ആയി, ബാക്കി ആരേ ഉള്ളൂ, എക്സ് വൈ പ്ലസ് 1ഉം എക്സ് വൈ പ്ലസ് 1ഉം ഇത് തമ്മിൽ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എത്രയാണ്, 2 4 0 2 ആണ്. ഇവിടെ എത്ര എക്സ് വൈ ഉണ്ട്, 2, എത്ര 1 ഉണ്ട്, 2, ഈക്വൽ ടു 2 4 0 2. അപ്പൊ 2xy ഈക്വൽ ടു 2 4 0 2 മൈനസ് 2 ആണ്. അപ്പൊ 2 4 0 0. അപ്പൊ xy ഈക്വൽ ടു 2 4 0 0 ബൈ 2 എത്ര കിട്ടി, 1 2 0 0 ആണ്. അപ്പൊ xy എന്ന് പറഞ്ഞാൽ എത്രയാണ്, 1 2 0 0. ഈ xy എന്ന് പറഞ്ഞാൽ എന്താണ്, പ്രൊഡക്റ്റ് ആണ്. അപ്പൊ പ്രൊഡക്റ്റ് അല്ലെ ഓഫ് ദി നമ്പേഴ്സ് ഈക്വൽ ടു എത്രയാണ്, 1 2 0 0 ആണ് ദി പ്രൊഡക്റ്റ് ഓഫ് ദി നമ്പേഴ്സ് എന്ന് പറഞ്ഞത്. ഇതിന്റെ സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്താ നമ്മൾ പറഞ്ഞിട്ടുള്ളത്, വാട്ട് ഈസ് ദെയർ സം. ഇതിന്റെ സം എന്താണ് നമ്മൾ ചോദിച്ചിട്ടുള്ളത് അല്ലെ. അപ്പൊ സം നമുക്ക് ഇക്വേഷൻ 1 എന്ത് ചെയ്യാം, ഇങ്ങോട്ട് എടുത്ത് എഴുതാം. ഇക്വേഷൻ 1 എന്താ, എക്സ് വൈ പ്ലസ് എക്സ് പ്ലസ് വൈ പ്ലസ് 1 ഈക്വൽ ടു 1 2 7 1. നമുക്കറിയാം എക്സ് വൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 2 0 0 ആണ്. അപ്പൊ 1 2 0 0 പ്ലസ് എക്സ് പ്ലസ് വൈ പ്ലസ് 1 ഈക്വൽ ടു 1 2 7 1. തമ്മിൽ ആഡ് ചെയ്തു 0 1 പ്ലസ് എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 1 2 7 1. അപ്പൊ എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 1 2 7 1 മൈനസ് 1 2 0 1. അപ്പൊ എക്സ് പ്ലസ് വൈ ഈക്വൽ ടു സബ്ട്രാക്ട് ചെയ്യുമ്പോൾ എത്ര കിട്ടി, 70 കിട്ടി. ഇതിന് ഇക്വേഷൻ 3 കൊടുത്തു. അപ്പൊ സം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര കിട്ടി, 70 ആണ് നമുക്ക് കിട്ടിയത് അല്ലെ. എക്സ് പ്ലസ് എക്സ് എന്ന് പറയുന്ന നമ്പർ ആണ്, വൈ എന്ന് പറയുന്ന നമ്പർ ആണ്. നമ്മുടെ സം എന്ന് പറഞ്ഞാൽ എത്രയാണ്, 70. ഇതിലെ തേർഡ് ക്വസ്റ്റ്യൻ എന്താണ്, വാട്ട് ആർ ദയർ നമ്പേഴ്സ്. അപ്പൊ ഇതിനു വേണ്ടി നമ്മൾ ഐഡന്റിറ്റീസ് എന്ന ഇക്വേഷൻ ഉപയോഗിച്ചു. എന്തായിരുന്നു ഇക്വേഷൻ, എക്സ് മൈനസ് വൈ ഹോൾ സ്ക്വയർ ഈക്വൽ ടു
എക്സ് പ്ലസ് വൈ ഹോൾ സ്ക്വയർ മൈനസ് 4xy ആണ്. നമുക്കറിയാം എക്സ് പ്ലസ് വൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണ്? 70 ആണ് സ്ക്വയർ. 4 into 1200 അതായത് 4900 minus 4800 സബ്ട്രാക്ട് ചെയ്യുമ്പോൾ എന്താവും? 100 ആവും. അപ്പൊ എക്സ് മൈനസ് വൈ ഹോൾ സ്ക്വയർ ഈക്വൽ ടു 100, എക്സ് മൈനസ് വൈ ഈക്വൽ ടു √100 ഈക്വൽ ടു 10. അപ്പൊ എന്ത് കിട്ടി? എക്സ് മൈനസ് വൈ ഈക്വൽ ടു 10. ഇതിന് ഇക്വേഷൻ 4. അപ്പൊ ഇത് ഡിഫറൻസ് ചോദിച്ചു കഴിഞ്ഞാൽ എത്ര കിട്ടുക? 10 ആണ്. നമുക്ക് എക്സും വൈയും കാണാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഞാൻ ഇക്വേഷൻ 3 ആദ്യം എടുത്തത് എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 70 ഇക്വേഷൻ 3, എക്സ് മൈനസ് വൈ ഈക്വൽ ടു 10 ഇക്വേഷൻ 4. ഇനി എന്ത് ചെയ്തു? ഇതിനെ ആഡ് ചെയ്തു. ഇക്വേഷൻ 3യും ഇക്വേഷൻ 4ഉം തമ്മിൽ എന്ത് ചെയ്തു? ആഡ് ചെയ്തു. അപ്പൊ ആഡ് ചെയ്യുമ്പോൾ എന്താവും? 2x അല്ലെ ഈക്വൽ ടു 80. 70 പ്ലസ് 10 ആണ് 80. എക്സ് ഈക്വൽ ടു 80/2 എന്ന് പറഞ്ഞാൽ 40. അപ്പൊ എക്സ് ഈക്വൽ ടു 40, എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 70 കൊടുക്കുകയാണ്. അപ്പൊ 40 പ്ലസ് വൈ ഈക്വൽ ടു 70, y ഈക്വൽ ടു 70 മൈനസ് 40 എന്ന് പറഞ്ഞാൽ 30. അപ്പൊ നമ്പേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരൊക്കെയാണ്? എക്സ് കോമ വൈ ആണ്. എക്സ് എന്ന് പറഞ്ഞാൽ 40, y എന്ന് പറഞ്ഞാൽ 30. അപ്പൊ 40,30 ആണ് നമുക്കിവിടെ ആൻസർ ആയിട്ട് വന്നത്. ക്ലിയർ ആയല്ലോ? അടുത്ത ക്വസ്റ്റ്യൻ ഏതാണ്? ഫോർത്ത് ക്വസ്റ്റ്യൻ. എന്താണ് ഫോർത്ത് ക്വസ്റ്റ്യൻ? The product of two odd numbers just after the two odd numbers is 285 and the product of odd numbers just before each is 165. What are the odd numbers? നമ്മൾ പറഞ്ഞത് ഓഡ് നമ്പേഴ്സ് സെലക്ട് ചെയ്യാണ്. അപ്പൊ ഞാൻ 2 ഓഡ് നമ്പേഴ്സ് സെലക്ട് ചെയ്യാണ്, എക്സും വൈയും. ഇനി എന്താ പറയണേ? അല്ലെ ദ ജസ്റ്റ് ആഫ്റ്റർ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു 2 എടുത്തുമ്പോ മുമ്പത്തെ എന്താവും? +1 ചേർത്താൽ മതി എന്നാ പറഞ്ഞിരുന്നു. പക്ഷെ ഇവിടെ ഓഡ് നമ്പേഴ്സ് ആയതുകൊണ്ട് നമുക്ക് അതിന്റെ ആൽജിബ്രിക് ഫോം നോക്കേണ്ടി വരും. 1 3 5 7 ആണ്. അപ്പൊ ഇവിടെ എന്താവും? 1 + 2 1 + 4 ആയി. 1ന് എക്സ് കൊടുത്തു, എക്സ് + 2. അപ്പൊ നെക്സ്റ്റ് ഓഡ് നമ്പർ എന്ന് പറയുമ്പോൾ ആരാവും? 2 നമ്പേഴ്സ് എക്സ് + 2ഉം വൈ + 2 ആണ് വരിക അല്ലെ. ഫസ്റ്റ് നമ്മൾ എക്സ് എടുത്തു, നെക്സ്റ്റ് നമ്പർ എന്തായിരിക്കും? എക്സ് + 2 ആയിരിക്കും. അപ്പൊ ജസ്റ്റ് ആഫ്റ്റർ. അപ്പൊ ഇനി ബിഫോർ ആണെങ്കിലോ തൊട്ട് ബാക്കോട്ട്, അപ്പൊ എക്സ് - 2 ആയി മാറും. ഇനി എന്താ പറയണത്? പ്രൊഡക്റ്റ് ജസ്റ്റ്. അപ്പൊ ഇതിന്റെ പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 285 ആണ് എന്ന് പറഞ്ഞാൽ എക്സ് + 2 ഇൻറ്റു വൈ + 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 285 ആണ്. അപ്പൊ എക്സ് ഇൻറ്റു വൈ എക്സ് വൈ, എക്സ് ഇൻറ്റു 2 എത്രയാണ്? 2x, 2 ഇൻറ്റു വൈ 2y, 2 ഇൻറ്റു 2 എത്രയാണ്? 4 ഈക്വൽ ടു 285 ഇക്വേഷൻ 1. അപ്പൊ ഇക്വേഷൻ 1 കിട്ടി. ഇതൊക്കെ ഒരേ പാറ്റേൺ ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ചെയ്തു പോകുമ്പോൾ. xy + 2x + 2y + 4 ഈക്വൽ ടു 285. ഇനി അടുത്തെന്താണ് നമ്മുടെ അല്ലെ? ബിഫോർ ആഫ്റ്റർ ദ ഈച്ച് 2 ഓഡ് നമ്പേഴ്സ്. ബിഫോർ മുന്നോട്ട്, ബിഫോർ എന്ന് പറഞ്ഞാൽ തൊട്ട് ബാക്കിലത്തെ കാര്യം. അപ്പൊ എന്താണ്? എക്സ് - 2 ആണ് വരും. അപ്പൊ y - 2. ഇതിന്റെ പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ 165 ആണ് എന്ന് പറഞ്ഞാൽ എക്സ് - 2 ഇൻറ്റു വൈ - 2 ചെയ്യുക. അത് ആരുമായിട്ട് ഈക്വൽ ആണ്? 165 ഈക്വൽ ആണ്. മൾട്ടിപ്ലൈ ചെയ്യുക. എക്സ് ഇൻറ്റു വൈ എക്സ് വൈ, എക്സ് ഇൻറ്റു 2 അപ്പൊ എന്താവും? എക്സ് ഇൻറ്റു 2 പ്ലസ് ഇൻറ്റു മൈനസ് മൈനസ് 2 ഇൻറ്റു 4 2 ഇൻറ്റു വൈ 2 ഇൻറ്റു വൈ മൈനസ് ഇൻറ്റു പ്ലസ് മൈനസ് 2 ഇൻറ്റു 2 2 ഇൻറ്റു 2 മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ് ഈക്വൽ ടു 165. അപ്പൊ എക്സ് വൈ -2x -2y + 4 ഈക്വൽ ടു 165. ഇതിന് ഇക്വേഷൻ 2 കൊടുത്തു. ഞാൻ എന്ത് ചെയ്യാണ്? ഇക്വേഷൻ 1നെയും ഇക്വേഷൻ 2നെയും ആഡ് ചെയ്യുക. എന്തിനായിട്ട്? എക്സ് വൈ കണ്ടെത്താൻ വേണ്ടി. ഇതൊക്കെ നമ്മൾ ചെയ്തതാണ് നേരത്തെ. അപ്പൊ എക്സ് വൈ ഇക്വേഷൻ 1 എന്ന് പറഞ്ഞാൽ എക്സ് വൈ + 2x 2y + 4. ഇനി ആരാണ് ഇക്വേഷൻ 2? എക്സ് വൈ -2x -2y + 4 ഈക്വൽ ടു എത്രയാണ്? 285 + 165.
ഇനി എന്ത് ചെയ്യാണ്? ഈ പ്ലസ് 2x-നെയും മൈനസ് 2x-നെയും വെട്ടി 2y-നെയും മൈനസ് 2y-നെയും വെട്ടി ബാക്കി ആരേ ഉള്ളൂ? xy പ്ലസ് 4 പ്ലസ് xy പ്ലസ് 4 തമ്മിൽ ആഡ് റെഡി 450. അപ്പൊ 2xy പ്ലസ് 8 ഈക്വൽ ടു 450. എന്ത് കിട്ടിയത്? 2xy പ്ലസ് 8 ഈക്വൽ ടു 450. അപ്പൊ 2xy ഈക്വൽ ടു 450 മൈനസ് 8 എന്ന് പറഞ്ഞാൽ എത്രയാണ് കിട്ടുന്നത്? അല്ലെ, 442 ആണ്. അപ്പൊ xy ഈക്വൽ ടു 44 ഡിവൈഡഡ് ബൈ 2 എന്ന് പറഞ്ഞാൽ 221. അപ്പൊ xy ഈക്വൽ ടു 221 ആണ് xy. ഞാൻ കണ്ടുപിടിക്കാൻ പോകുന്നത് നമുക്ക് കിട്ടേണ്ടത് എക്സും വൈ ആണ്. അപ്പൊ അതിനുവേണ്ടി ഇക്വേഷൻ 3യും ഇക്വേഷൻ 4ഉം കിടത്തണം. അഥവാ എക്സ് പ്ലസ് വൈയും എക്സ് മൈനസ് വൈ എന്ന ഇക്വേഷൻ കിട്ടണം. ആ ഇക്വേഷൻ 1 നമ്മൾ എക്സ് പ്ലസ് വൈ കിട്ടാൻ വേണ്ടി ഞാൻ ഇക്വേഷൻ 1 സെലക്ട് ചെയ്തു. അപ്പൊ ഇക്വേഷൻ 1 എന്ന് പറഞ്ഞാൽ എന്താണ്? എക്സ് വൈ പ്ലസ് 2x പ്ലസ് 2y പ്ലസ് 4 ഈക്വൽ ടു 285. എക്സ് വൈന്റെ വാല്യൂ ഇവിടെ റീപ്ലേസ് ചെയ്തു. പ്ലസ് 2x 2y പ്ലസ് 4 ഈക്വൽ ടു 285 തമ്മിൽ ആഡ് ചെയ്തു. 225 പ്ലസ് 2x 2y ഈക്വൽ ടു 285. അപ്പൊ 2x പ്ലസ് 2y ഈക്വൽ ടു 285 മൈനസ് 225 സബ്ട്രാക്ട് ചെയ്യുമ്പോൾ എത്ര കിട്ടി? 60 ആയി. ഇതിൽ കോമൺ ആയിട്ട് ഒരു 2 ഉണ്ട്, അവൻ ഔട്ട് സൈഡ്. അപ്പൊ എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 60. അപ്പൊ എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 60 by 2 എത്ര കിട്ടി? 30 കിട്ടി. അപ്പൊ എന്ത് കിട്ടി? ഇപ്പൊ എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 30 ഇക്വേഷൻ 3 കിട്ടി. ഇനി അടുത്ത നമ്മൾ എക്സ് മൈനസ് വൈ കിട്ടാനുള്ള മാർഗം നമ്മൾ ചെയ്തിരുന്നു. എന്തായിരുന്നു? എക്സ് മൈനസ് വൈ ഹോൾ സ്ക്വയർ ഈക്വൽ ടു എക്സ് പ്ലസ് വൈ ഹോൾ സ്ക്വയർ മൈനസ് 4xy. എക്സ് പ്ലസ് വൈ ആണ് 30 സ്ക്വയർ. എക്സ് വൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയായിരുന്നു? 221. ഇതിനെ സ്ക്വയർ ചെയ്യാം, എത്ര കിട്ടും? 900. ഇത് 884 സബ്ട്രാക്ട് ചെയ്യുമ്പോൾ എത്ര കിട്ടി? 16 ആണ്. അപ്പൊ എക്സ് മൈനസ് വൈ ഹോൾ സ്ക്വയർ ഈക്വൽ ടു 16, എക്സ് മൈനസ് വൈ ഈക്വൽ ടു റൂട്ട് 16 4. അപ്പൊ എക്സ് മൈനസ് വൈ ഈക്വൽ ടു 4 ഇക്വേഷൻ 4 ആയി. ഇനി എന്ത് ചെയ്യാ? ഇക്വേഷൻ 3നെയും അല്ലെ ഇക്വേഷൻ 4നെയും എഴുതി. അപ്പൊ എക്സ് പ്ലസ് വൈ ഈക്വൽ ടു അല്ലെ 30 ഇക്വേഷൻ 3, എക്സ് മൈനസ് വൈ ഈക്വൽ ടു 4 ഇക്വേഷൻ 4. ഇനി എന്ത് ചെയ്യാ? തമ്മിൽ ആഡ് ചെയ്യാം. ഇക്വേഷൻ 3 പ്ലസ് ഇക്വേഷൻ 4. അപ്പൊ 2x ഈക്വൽ ടു 34. എക്സ് ഈക്വൽ ടു 34 by 2 എന്ന് പറഞ്ഞാൽ 70. അപ്പൊ എന്നിട്ട് എക്സ് ഈക്വൽ ടു 70, എക്സ് പ്ലസ് വൈ ഈക്വൽ ടു എത്രയായിരുന്നു? 30 ആണ്. അപ്പൊ 70 പ്ലസ് വൈ ഈക്വൽ ടു 30, y ഈക്വൽ ടു 30 മൈനസ് 17 ഈക്വൽ ടു എത്രയായിരുന്നു? 13 ആണ്. അപ്പോ എന്താണ്? 2 ഓഡ് നമ്പേഴ്സ് നമ്മൾ കാണാൻ പറഞ്ഞത്. അപ്പൊ 2 ഓഡ് നമ്പേഴ്സ് ആരൊക്കെയാണ്? എക്സും വൈയും ആണ്. എക്സ് എന്ന് പറഞ്ഞാൽ 17, y എന്ന് പറഞ്ഞാൽ 13 ആണ്. ഇപ്പൊ 2 ഓഡ് നമ്പേഴ്സ് ആരൊക്കെയാണ്? 13ഉം 17 ആണ് വരുന്നത്. അപ്പൊ ഇതോടുകൂടി നമ്മുടെ ടെക്സ്റ്റ് ബുക്ക് ആക്ടിവിറ്റീസ് കംപ്ലീറ്റ് ആയി.